കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ ചാനലുകളിലെ അന്ത്യചർച്ചകൾ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി. നമ്മൾ മലയാളികൾ ഇത്രനാളും വേറെ ഏതോ ലോകത്തായിരുന്നു. റോഡിലെ കുഴികൾ, കുതിച്ചുയരുന്ന വിലക്കയറ്റം, കിട്ടാത്ത ശമ്പളം, അയ്യപ്പ സംഗമം, അതിന്റെ പേരിൽ തട്ടിയ കോടികൾ, ശബരിമലയിൽ നിന്ന് കട്ടുകൊണ്ടുപോയ സ്വർണം, വീണമോളുടെ മാസപ്പടി, പിണറായി തമ്പുരാന്റെ മോന്റെ പേരിൽ വന്ന സമൻസ്, ദുബായിൽ വാങ്ങാൻ പോയ 5 സ്റ്റാർ ഹോട്ടൽ, സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ, എന്തൊക്കെ പുകിലായിരുന്നു. എന്നാൽ ഇതൊന്നുമല്ല. കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കൊച്ചിയിലെ ഒരു സ്കൂളിലെ യൂണിഫോമിന്റെ ഭാഗമല്ലാത്ത ഒരു തട്ടമായിരുന്നു എന്ന് മനസ്സിലാക്കി തന്ന മാധ്യമസുഹൃത്തുക്കൾക്ക് ആദ്യം തന്നെ നന്ദി പറയണം. പിണറായി വിജയന്റെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും എല്ലാ നാറ്റുകേസുകളും അഴിമതിയും അവർ തന്ത്രപൂർവ്വം ഹിജാബിട്ടു മൂടി. സത്യം പറഞ്ഞാൽ ഈ തട്ടപ്രശ്നം പൊങ്ങിവന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ മലയാളികളുടെ ജീവിതം എത്ര വിരസമായിപ്പോയേനെ. ഭാഗ്യത്തിന് നമ്മുടെ മതേതര കേരളത്തിൽ ഇത്തരം വിഷയങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ല. ഈ സംവാദം കാണാൻ തന്നെ എന്ത് രസമാണ്. ഒരു വശത്ത് സ്കൂൾ മാനേജ്മെന്റ്. അവർ പറയുന്നു, ഞങ്ങൾ തികഞ്ഞ മതേതരവാദികളാണ്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു യൂണിഫോം ഉള്ളത്, നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. മറുവശത്ത് പ്രതിഷേധക്കാരും കൈവെട്ട് പാർട്ടിക്കാരും. അവർ പറയുന്നു, ഞങ്ങൾ മതേതരവാദികളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് മതാചാരം പാലിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം, ഇത് ഭരണഘടനാ അവകാശമാണ്. ഇതിനിടയിലേക്ക് ചില പ്രത്യേകതരം മതേതരന്മാരും പ്രബുദ്ധരും വരുന്നു. ഇത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കാവ്യവൽക്കരിക്കാനുള്ള ഗൂഢാലോചനയാണ് എന്ന് ഒരു കൂട്ടർ. ഇതാണ് ന്യൂനപക്ഷ പ്രീണനം, നാളെ ഇവർ സ്കൂളിന്റെ പേര് മാറ്റാൻ പറയും എന്ന് മറുകൂട്ടർ. ആകെക്കൂടി എല്ലാ മതേതരവാദികളും പ്രബുദ്ധരും കൂടി മതേതരത്വത്തെ 4 വഴിക്കും വലിച്ചു കീറി ഉണക്കാനിട്ടിരിക്കുകയാണ്. ശരിക്കും എന്താണ് ഈ ഹിജാബ്? അത് 6-ാം നൂറ്റാണ്ടിൽ സൗദ എന്ന് പറഞ്ഞ ഒരു ഇത്താത്ത ഒപ്പിച്ച പണിയാ. മൂപ്പത്തി വെളിക്കിരിക്കാൻ പോയപ്പോ ഉമറിക്ക അത് കണ്ടു. അപ്പ തന്നെ വന്നു പടച്ചോന്റെ കൽപ്പന, അപ്പിയിടാൻ പോകുമ്പോ ഈ കുപ്പായം ഇട്ടോണം. അതുകൊണ്ട് ചില മഹാപാപികൾ ഇതിന് അപ്പിക്കുപ്പായമെന്നും വിളിക്കുന്നുണ്ട്. എന്റെ പൊന്നു സഹോദരിമാരെ, ഈ ഹിജാബും ഇട്ടുകൊണ്ട് പോകുമ്പോൾ ഏതെങ്കിലും കുരുപ്പുകൾ നിങ്ങളെ നോക്കി ചിരിച്ചാൽ ഉറപ്പിച്ചോ, ഈ കുപ്പായത്തിന്റെ കഥ ആ കുരുപ്പിന് മനസ്സിലായി എന്ന്. ലോകം മുഴുവൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും സംസാരിക്കുമ്പോൾ ഒരു തുണിക്കഷ്ണത്തിന്റെ പേരിൽ കേരളം മുഴുവൻ സ്തംഭിപ്പിക്കാൻ കഴിയുന്ന 6-ാം നൂറ്റാണ്ടിൽ നിന്നും വണ്ടി കിട്ടാത്ത ചില കോയമാരെയും വോട്ടിനു വേണ്ടി വെളിച്ചെണ്ണക്കുപ്പിയും കൊണ്ട് അവരുടെ മുന്നിൽ കുനിഞ്ഞു നിൽക്കുന്ന ചില രാഷ്ട്രീയ ഹിജടകളെയും കാണുമ്പോൾ ഒരു ശരാശരി കേരളീയന് തോന്നുന്നത് പുച്ഛമാണ്. ഇനി ലോകത്ത് ഇവിടെ മാത്രമാണോ ഹിജാബ് വേണ്ട എന്ന് പറയുന്നവരുള്ളത്? ഹിജാബിനെതിരെ ഏറ്റവും കർശനമായ ചില നിയമങ്ങൾ നടപ്പിലാക്കിയത് മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങൾ തന്നെയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് തജീക്കിസ്ഥാൻ. രാജ്യത്തെ 96% ജനങ്ങളും മുസ്ലിങ്ങളാണെങ്കിലും അടുത്തിടെ സർക്കാർ ഹിജാബ് നിരോധിച്ചുകൊണ്ടൊരു നിയമം പാസാക്കി. തങ്ങളുടെ ദേശീയ സാംസ്കാരിക മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അന്ധവിശ്വാസവും തീവ്രവാദവും തടയുന്നതിനും വേണ്ടിയാണ് ഈ നിയമം എന്നാണ് സർക്കാർ ഔദ്യോഗികമായി വിശദീകരിക്കുന്നത്. തജീക്കിസ്ഥാൻ ഒറ്റയ്ക്കല്ല, കൊസോവോ, അസർബൈജാൻ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ തുടങ്ങിയ മറ്റ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലും പൊതുസ്ഥാപനങ്ങളിൽ ഹിജാബിന് ഭാഗികമായോ പൂർണ്ണമായോ നിരോധനമുണ്ട്. യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഹിജാബിന് നിരോധനമുണ്ട്. എന്നിട്ട് ഇവിടെ മാത്രമേ ഹിജാബിന് നിയന്ത്രണമുള്ളൂ എന്ന തരത്തിലാണ് വാർത്തകൾ. ഇതിലെ ഏറ്റവും വലിയ കോമഡി ഇതൊന്നുമല്ല. വാട്ട് അബൌട്ട് റീ അഥവാ അപ്പോ അത് പാടില്ലേ എന്ന ചോദ്യമാണ്. ഇന്ന് ഹിജാബ് അനുവദിച്ചാൽ നാളെ സിഖ് വിദ്യാർത്ഥികൾ കൃപാണം എന്ന വാൾ കൊണ്ടുവന്നാൽ എന്തു ചെയ്യും? മറ്റന്നാൾ ചിലർ കാവിമുണ്ടെടുത്തു വരും. ഡിങ്കോയിസ്റ്റുകൾ ഡിങ്കന്റെ വസ്ത്രം ധരിച്ച് ക്ലാസ്സിൽ വന്നാൽ അവരെ തടയാൻ പറ്റുമോ? അങ്ങനെ തുടങ്ങിയാൽ എന്താവും ഇതിൻ്റെയൊക്കെ ഒരു അവസാനം? കേരളം ഇന്ന് നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റിവെച്ച് നമ്മുടെ മാധ്യമങ്ങൾ നടത്തുന്ന ഈ പ്രൈം ടൈം തട്ടക്കളി കാണുമ്പോൾ സത്യത്തിൽ അഭിമാനം തോന്നുന്നു. രാത്രി 7 മണി മുതൽ ചർച്ച തുടങ്ങുകയാണ്. തട്ടം കേരളം പിളർക്കുമോ? യൂണിഫോമിനുള്ളിൽ അദൃശ്യ കരങ്ങൾ, തട്ടമിട്ട മതേതരത്വം. ആഹാ, കേൾക്കുമ്പോൾ തന്നെ എന്തു സുഖം! മന്ത്രി ശിവൻകുട്ടി പറയുന്നത് കേട്ടാൽ തന്നെ പിണറായി വിജയന്റെ തിരുട്ടു ഫാമിലിക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളിൽ നിന്നും, സ്വാമി അയ്യപ്പനെ വെച്ച് കളിച്ച നാറിയ കളികളിൽ നിന്നും, ശബരിമലയിലെയും മറ്റ് ഹിന്ദു ക്ഷേത്രങ്ങളിലെ നടത്തിയ കൊള്ളകളിൽ നിന്നും സമൂഹശ്രദ്ധ തിരിച്ചുവിടാനുള്ള അടവാണ് ഇതെന്ന് ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാകും. ഇനി മറ്റൊരു തമാശ. ഹിജാബ് നിരോധനത്തെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും പറയുന്നത് ഒരേ കാര്യമാണ്: തങ്ങൾ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന്. നിരോധനത്തെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് ഇത് സ്ത്രീകളെ പുരുഷാധിപത്യത്തിൽ നിന്നും മതാചാര അടിച്ചേൽപ്പിക്കലുകളിൽ നിന്നും മോചിപ്പിക്കുന്നുവെന്നാണ്. എന്നാൽ നിരോധനത്തെ എതിർക്കുന്നവർ വാദിക്കുന്നത് ഇത്തരം നിയമങ്ങൾ സ്ത്രീകൾക്ക് അവരുടെ വസ്ത്രം തിരഞ്ഞെടുക്കാനും വ്യക്തിത്വം പ്രകടിപ്പിക്കാനുമുള്ള അടിസ്ഥാനപരമായ അവകാശത്തെ നിഷേധിക്കുന്നു എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ, ഹിജാബ് നിരോധിച്ചാലും സ്ത്രീ സ്വാതന്ത്ര്യം, ഹിജാബ് ഇട്ടാലും സ്ത്രീ സ്വാതന്ത്ര്യം. എന്തായാലും ഈ ഹിജാബ് ചർച്ചകൾ ഇങ്ങനെ പുരോഗമിക്കട്ടെ. വിദ്യാഭ്യാസം, അതിന്റെ നിലവാരം, കുട്ടികളുടെ മാനസികാരോഗ്യം, അതൊക്കെ ആര് നോക്കുന്നു?
നമുക്ക് തൽക്കാലം യൂണിഫോമിന്റെ നീളവും തട്ടത്തിന്റെ നിറവും ചർച്ച ചെയ്ത് കേരളത്തെ കൂടുതൽ മതേതരമാക്കാം. അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ചർച്ച ചെയ്യാനൊരു ചൂടുള്ള വിഷയം വേണമല്ലോ.